കഴിഞ്ഞ ആഴ്ച നടന്ന ഡിഗ്രി പ്രിലിംസ് എക്സാമിൽ സ്റ്റേജ് 3യിൽ ചോദിച്ചിട്ടുള്ള 20 മാത്സ് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആവശ്യമുള്ളവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. കൂടാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇപ്പോൾ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണ്? ഇഫ് ദ പ്രൊഡക്റ്റ് ഓഫ് ടു കോൺസിക്യൂട്ടീവ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ഈസ് 132, if only the large one is increased by 3, the new product will be എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതായത് തുടർച്ചയായ രണ്ട് പോസിറ്റീവ് ഇൻറ്റിജറുകൾ തമ്മിൽ ഗുണിച്ചപ്പോൾ കിട്ടിയിരിക്കുന്ന ഗുണനഫലം 132 ഇതാണ് ചോദ്യത്തിൻ്റെ ആദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഏതൊക്കെയാണ് ഈ ഇൻറ്റിജേഴ്സ് എന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. ഈ തന്നിരിക്കുന്ന ഗുണനഫലമില്ലേ, ഈ ഗുണനഫലത്തിൻ്റെ തൊട്ടു താഴെയുള്ള പൂർണ്ണവർഗ സംഖ്യ ഏതാണെന്ന് കണ്ടുപിടിക്കുക. നോക്കാം. 10ന്റെ സ്ക്വയർ എത്രയാണ്? 100 അല്ലേ? 11ന്റെ സ്ക്വയർ 121 12ന്റെ സ്ക്വയർ 144 അപ്പോൾ 132ന്റെ തൊട്ടു താഴെയുള്ള പൂർണ്ണവർഗം എന്ന് പറഞ്ഞാൽ അത് 121 അല്ലേ? അപ്പോൾ ഈ 121 ഓർത്ത് വെച്ചോ. ഇതിൻ്റെ റൂട്ട് എത്രയാണ്? 11. ഈ 11 ആയിരിക്കും നമ്മളോട് നേരത്തെ പറഞ്ഞ രണ്ട് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്, തുടർച്ചയായ രണ്ട് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്, അതിലെ ചെറിയ സംഖ്യ 11 ആയിരിക്കും. തുടർച്ചയായ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വലിയ സംഖ്യ എത്ര ആയിരിക്കും? 12 ആയിരിക്കും. 11 × 12 ആയിരിക്കും 132. ശരിയല്ലേ? 11നെ 12 ഗുണിച്ചാൽ 132 അല്ലേ? അപ്പോൾ ഈ രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിച്ചപ്പോഴാണ് നമുക്ക് 132 കിട്ടിയത്. ചോദ്യത്തിന്റെ അടുത്ത ഭാഗം എന്താണ്? ഇഫ് ഓൺലി ദ ലാർജർ വൺ ഈസ് ഇൻക്രീസ്ഡ് ബൈ 3, അതായത് ഇതിലുള്ള വലുതിന് മാത്രം 3 നമ്മൾ കൂട്ടി. അതായത് ഈ 12 ആണല്ലോ ഇതിൽ വലുത്, അതിനോട് 3 കൂട്ടി 15. എന്നിട്ട് ഇത് ഗുണിച്ചു കഴിഞ്ഞാൽ എത്രയാണ് ഉത്തരം? ഈ 12 വലിയ സംഖ്യയോട് 3 കൂട്ടിയാൽ 15 കിട്ടും. ആ 15ഉം ഈ 11 ഗുണിച്ചാൽ എത്രയായിരിക്കും ഉത്തരം? അതാണ് ചോദിച്ചത്. 11 × 15 165. ഇതായിരിക്കും ഉത്തരം. 165 നമ്മുടെ ഓപ്ഷനിൽ എ ഉത്തരം അതാണ്. ടിക്കറ്റ് വെച്ചോ. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്. ദ റേഷ്യോ ഓഫ് ബോയ്സ് ടു ഗേൾസ് ഇൻ എ ക്ലാസ് ഈസ് 5:4. അതായത് ബോയ്സിന്റെയും ഗേൾസിന്റെയും എണ്ണത്തിന്റെ അനുപാതം എന്ന് പറഞ്ഞാൽ 5:4 If 18 more boys joins the class, the ratio becomes 7:4. 18 ബോയ്സ് കൂടെ വന്നപ്പോൾ പുതിയ റേഷ്യോ 7:4 ആണ്. അങ്ങനെയാണെങ്കിൽ ദ നമ്പർ ഓഫ് ഗേൾസ്, എത്രയാണ് പെൺകുട്ടികളുടെ എണ്ണം എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ചോദ്യം ചെയ്യാൻ ഒരു എളുപ്പം കിട്ടിയിട്ടുണ്ട്. എന്താണെന്നറിയോ? ഇവിടെ ഗേൾസിന്റെ റേഷ്യോ എത്രയാണ്? 4 അല്ലേ? പുതിയ റേഷ്യോ 4 തന്നെയാണ്. 18 ബോയ്സ്, അതായത് ബോയ്സിന്റെ എണ്ണത്തിനോട് 18 ആൾക്കാർ കൂടെ വന്നപ്പോൾ ആ റേഷ്യോയിലും ഗേൾസിന്റെ എണ്ണത്തിലും റേഷ്യോയിലും മാറ്റമില്ല. പുതിയ ഗേൾസ് വന്നിട്ടില്ല, പുതിയ റേഷ്യോയും വന്നിട്ടില്ല. ഗേൾസിന്റെ എണ്ണവും സെയിം ആണ്, ഗേൾസിന്റെ റേഷ്യോയും സെയിം ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ ഒരു യൂണിറ്റ് ഇവിടെ 5 യൂണിറ്റ് ബോയ്സ് 4 യൂണിറ്റ് ഗേൾസ്. പുതിയ അനുപാതത്തിൽ 7 യൂണിറ്റ് ഗേൾസ് 7 യൂണിറ്റ് ബോയ്സ് 4 യൂണിറ്റ് ഗേൾസ്. ഇങ്ങനെയല്ലേ വന്നിട്ടുള്ളത്? അതായത് ബോയ്സിന്റെ റേഷ്യോ 2 യൂണിറ്റ് കൂടി. ഈ 2 യൂണിറ്റ് കൂടാൻ വേണ്ടി എന്താ സംഭവിച്ചത്? 18 ബോയ്സ്, 18 എണ്ണം ആൾക്കാർ കൂടെ വന്നു. 2 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 18 ആണ്. അപ്പോൾ 1 യൂണിറ്റ് എത്രയായിരിക്കും? 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 9 ആയിരിക്കും. 2 യൂണിറ്റ്, ഈ റേഷ്യോയിൽ 2 യൂണിറ്റ് കൂടാൻ 18 ആൾക്കാർ വന്നു. അപ്പോൾ 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 9 ആയിരിക്കും. അപ്പോൾ നമ്മളുടെ റേഷ്യോ പ്രകാരം ഗേൾസിന്റെ എണ്ണം എത്രയാണ്? 4 യൂണിറ്റ് ആണ്. ഇവിടെ 4 യൂണിറ്റ് ആണ്, ഇവിടെ 4 യൂണിറ്റ് ആണ്. പുതിയ ഗേൾസ് ഒന്നും വന്നിട്ടില്ലല്ലോ. പഴയ യൂണിറ്റും സെയിം ആണ്, പുതിയ യൂണിറ്റും സെയിം ആണ്. പഴയ നമ്പറും സെയിം ആണ്, പുതിയ നമ്പറും സെയിം ആണ്. അപ്പോൾ 4 യൂണിറ്റ് ആണ് ഗേൾസ് ഉണ്ടാവുക. അപ്പോൾ 4 × യൂണിറ്റിന്റെ എണ്ണം എത്രയാണ്? 9 ആണ്. 4 × 36 ഇതായിരിക്കും ഗേൾസിന്റെ എണ്ണം. 36 ഗേൾസ് ആണ് ആ ക്ലാസ്സിൽ ഉണ്ടാവുക. ഓപ്ഷൻ എ ആണ് ഇതിന്റെ ഉത്തരം. ഇവിടെ നിങ്ങൾക്ക് ഈ ഉത്തരം കണ്ടുപിടിക്കാൻ ഇത്രയും എളുപ്പമായതിന്റെ കാരണം ഇവിടെ 4 എന്നുള്ള റേഷ്യോ മാറാത്തത് കൊണ്ടാണ്. ഇനി മാറിയിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ മറ്റൊരു രീതിയിലായിരുന്നു കണ്ടുപിടിക്കുക. ഈ ചോദ്യത്തിനും ആ രീതിയിൽ എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് കൂടെ പറഞ്ഞുതരാം കേട്ടോ. അതായത് ഇവിടെ നമ്മുടെ ആദ്യത്തെ റേഷ്യോ തന്നിട്ടുള്ളത് 5:4 ആണ്. അതായത് ആ സമയത്ത് 5:4 എന്ന് പറഞ്ഞ സമയത്ത് ബോയ്സിന്റെ എണ്ണം നമ്മൾ 5നെ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതായിരിക്കും ബോയ്സിന്റെ എണ്ണം അല്ല. അതേപോലെ 4നെയും അതേ കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതായിരിക്കും ഗേൾസിന്റെ എണ്ണം. 5x ബോയ്സും 4x ഗേൾസും ഉണ്ടാവും. പിന്നെ ഈ ബോയ്സിന്റെ എണ്ണത്തിലേക്ക് 18 പേര് കൂടെ വരുന്നു. ഓക്കെ അല്ലേ? അതിന്റെ റേഷ്യോ ആദ്യത്തെ 4x ഗേൾസിന് മാറ്റമൊന്നും വരുന്നില്ല, 4x തന്നെ ആയിരിക്കും. ഈക്വൽ ടു
7:4 എന്നാണ് ചോദ്യത്തിൽ തന്നത്. അതായത് ബോയ്സിലേക്ക് 18 പേര് കൂടെ വന്നപ്പോൾ, ഇവിടെ 8 എഴുതിയത് 18 മാറ്റിയിട്ടുണ്ട് കേട്ടോ, 18 പേര് കൂടെ വന്നപ്പോൾ റേഷ്യോ 7:4 ഇനി നമുക്ക് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് ഇതിനെ ഇതുകൊണ്ട് ഇപ്പുറത്തുള്ള 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 5x + 18 അതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 4 × 5x ആദ്യം നമ്മൾ ചെയ്യുന്നു, 20x + 4 × 18 72 = 7 × 4x എന്ന് പറഞ്ഞാൽ 28x. ഇങ്ങനെ വരും. എക്സിനെ എല്ലാവരും സൈഡിലേക്ക് കൊണ്ടുപോകാം. 72 ഇവിടെ ഇരിക്കട്ടെ, 28x ഇപ്പുറമുണ്ട്, അതിനവിടെ വയ്ക്കുന്നു. 20xനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ 8x 28x 20x കുറച്ചാൽ 8x = 72 എന്നാവും. അപ്പോൾ x എത്രയായിരിക്കും? x = 72/8. 72/8 എന്ന് പറഞ്ഞാൽ 9 ആയിരിക്കും. എക്സിന്റെ വാല്യൂ 9 കിട്ടിയില്ലേ? ഗേൾസിന്റെ എണ്ണം എത്രയാണ് നമ്മൾ ആദ്യം പറഞ്ഞു വെച്ചിട്ടുണ്ട്? 4x ആണ് ഗേൾസിന്റെ എണ്ണം. ബോയ്സിന്റെ എണ്ണം 5x ആണ്. ബോയ്സിന്റെ എണ്ണം കിട്ടാൻ ഈ 5നെ 9 കൊണ്ട് ഗുണിച്ചാൽ 45 കിട്ടും. അതുപോലെ ഗേൾസിന്റെ എണ്ണം ഈ 4നെ 9 കൊണ്ട് ഗുണിച്ചാൽ 36 കിട്ടും. ഗേൾസിന്റെ എണ്ണം = 4 × 9 36. ഇങ്ങനെയും നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാം. നമ്മൾ നോർമലി ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക. ഇവിടെ റേഷ്യോ മാറാത്തത് കൊണ്ട് നമുക്ക് ഇതുപോലെ മനക്കണക്ക് കൂട്ടി കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്. എ ഷോപ്പ് കീപ്പർ മാർക്സ് ആൻ ആർട്ടിക്കിൾ 25% above the cost price and allows a discount 20%. His gain or loss. അതായത് ഒരു ഷോപ്പ് കീപ്പർ ഒരു ആർട്ടിക്കിള് 25% പ്രൈസ് കൂട്ടി മാർക്ക് ചെയ്യുന്നു, എന്നിട്ട് അതിന് 20% ഡിസ്കൗണ്ട് കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ലാഭവും നഷ്ടവും, അല്ല ലാഭമോ നഷ്ടമോ എന്നുള്ളത് കണക്കാക്കണം. അതാണ് ചോദ്യം. നമുക്ക് എളുപ്പത്തിന് വേണ്ടി ഈ ആർട്ടിക്കിളിൻ്റെ യഥാർത്ഥ വില 100 ആണെന്ന് വിചാരിക്കുക, അല്ലേ? 100 രൂപയാണെന്ന് വിചാരിക്കുക. അപ്പോൾ 25% കൂട്ടി കോസ്റ്റ് പ്രൈസ് മാർക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ 25% കൂട്ടി എന്ന് പറഞ്ഞാൽ 100ൽ നിന്നും 25% കൂട്ടിയാൽ 125% ആ ഷോപ്പ് കീപ്പർ മാർക്ക് ചെയ്തിരിക്കുന്ന വില. 100നെ 125/100 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് മാർക്ക് ചെയ്തിരിക്കുന്ന വില കിട്ടും. അതിനുശേഷം എന്താണ് ചെയ്തത്? 20% ഡിസ്കൗണ്ട് കൊടുത്തു. 20% ഡിസ്കൗണ്ട് കൊടുത്തു എന്ന് പറഞ്ഞാൽ 100ൽ നിന്നും 20 കുറച്ചാൽ 80% വിലയ്ക്ക് അത് വിറ്റു. 100 രൂപയുടെ സാധനം 125% പ്രൈസിന് മാർക്ക് ചെയ്തു, എന്നിട്ട് 80% വിലയ്ക്ക് വിറ്റു. ഇത് അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. നമുക്കൊന്ന് ഈ 100ഉം ഈ 100ഉം വെട്ടിക്കാം. ഈ 100ഉം ഈ 125 നമുക്ക് 25 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇവിടെ 4ഉം ഇവിടെ 5ഉം കിട്ടും. 80നെയും 4നെയും ക്യാൻസൽ ചെയ്താൽ 20 കിട്ടും. അപ്പോൾ 5 × 20 എന്ന് പറഞ്ഞാൽ 100 തന്നെ കിട്ടും. 100 രൂപയുടെ സാധനം 25% കൂട്ടി വിലയിട്ട് 20% ഡിസ്കൗണ്ടിന് വിൽക്കുകയാണെങ്കിൽ 100 രൂപ തന്നെ കിട്ടും. അപ്പോൾ എന്താണ്? ലാഭവും ഇല്ല, നഷ്ടവും ഇല്ല. അങ്ങനെ ഒരു ഓപ്ഷൻ നമ്മുടെ ചോദ്യത്തിലുണ്ടല്ലോ, നോ ഗെയിൻ നോ ലോസ്. ഓപ്ഷൻ സി അതാണ് ശരി ഉത്തരം. അപ്പോൾ അടുത്ത ചോദ്യം തന്നിരിക്കുന്നത് x = 1/0.2 + 3/0.4 ആണ്. നമുക്ക് ആദ്യം ഇത് കണ്ടുപിടിക്കാം, എന്നിട്ട് ചോദ്യത്തിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് പോകാം. ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ LCM എടുക്കുക. 0.2ൻ്റെയും 0.4ൻ്റെയും LCM എന്തായിരിക്കും? 0.4 തന്നെ ആയിരിക്കുമല്ലോ. ഈ 0.4 ആക്കാൻ നമ്മൾ 0.2നെ 2 കൊണ്ടല്ലേ ഗുണിച്ചത്. അപ്പോൾ മുകളിലും 2 കൊണ്ട് ഗുണിക്കുക, 2 എന്ന് കിട്ടും. 0.4നെ 0.4 ആക്കാൻ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഈ 3നെ ഒന്നും ചെയ്യണ്ട, +3 എടുക്കുക. ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് 5/0.4 എന്ന് കിട്ടും. എക്സ് എന്ന് പറഞ്ഞാൽ 5/0.4 ആണ്. ഈ 5/0.4 എത്ര എങ്ങനെ കണ്ടുപിടിക്കണം? നമുക്കിത് എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ദശാംശം ഒഴിവാക്കാൻ താഴെയും ഒരു 10 കൊണ്ട് ഗുണിക്കുക, മുകളിലും ഒരു 10 കൊണ്ട് ഗുണിക്കുക. കാരണം ഒരു ദശാംശ സ്ഥാനമല്ലേ ഉള്ളത്, അതുകൊണ്ട് ഒരു 0 സംഖ്യ കൊണ്ട് ഗുണിച്ചു. അപ്പോൾ നമുക്ക് 50/4 എന്ന് കിട്ടും. 50/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12.5. അതായത് എക്സ് എന്ന് പറഞ്ഞാൽ 12.5 ആണ്. ചോദ്യത്തിലെ അടുത്ത ഭാഗം എന്താണ്? x/0.5 എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതായത് 12.5. എക്സ് എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചില്ലേ? /0.5 എടുക്കുക. ഇവിടെയും ദശാംശ സ്ഥാനങ്ങൾ ഒഴിവാക്കാൻ നമുക്ക് 10 കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്താവും? 125/5 എന്നാവില്ലേ ഇവിടെയുള്ള ദശാംശ സ്ഥാനം? ഈ ദശാംശ സ്ഥാനം പോകുമ്പോൾ 125/5 ആവും. 125നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാണ്? 25. ഇതായിരിക്കും നമ്മുടെ ഉത്തരം. നമ്മുടെ ഓപ്ഷനിൽ ബി അതാണ് ഉത്തരം. അടുത്ത ചോദ്യം. അപ്പോൾ അടുത്ത ചോദ്യം എങ്ങനെയാണ്? 60 - 24 /3 × 2 + 4. ഇതിൻ്റെ വിലയാണ് കണ്ടുപിടിക്കേണ്ടത്. തീർച്ചയായും
എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ബോർഡ് മാസ് റൂൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യേണ്ട ചോദ്യമാണ്. ബോർഡ് മാസ് റൂൾ പ്രകാരം ആദ്യം നമ്മൾ ബ്രാക്കറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യും. ഇവിടെ ബ്രാക്കറ്റ് ഒന്നുമില്ല. അത് കഴിഞ്ഞ് ഓഫ് ക്രിയകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യും. അതും ഇവിടെ ഇല്ല. അത് കഴിഞ്ഞ് നമ്മൾ ഡിവിഷൻ ഹരണമാണ് ചെയ്യുക. ഇവിടെ ഹരണം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഇത് ചെയ്യണം. 24/3 നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഈക്വൽ ടു 60 മൈനസ് 24 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 8 കിട്ടും. ഇൻറ്റു 2 പ്ലസ് 4 എന്നായി മാറും. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത മൾട്ടിപ്ലിക്കേഷൻ അല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ചെയ്തോ. 8 ഇൻറ്റു 2 ചെയ്യുക. ഈക്വൽ ടു 60 മൈനസ് 8 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 16 പ്ലസ് 4 എന്ന് കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇവിടെ സബ്ട്രാക്ഷനും അഡീഷനും, അതായത് മൈനസും പ്ലസും മാത്രമേ വന്നിട്ടുള്ളൂ. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇടത്ത് നിന്നും വലത്തോട്ട് ക്രിയ ചെയ്യുക. ഇടത് ഭാഗത്ത് നിന്നും വലത്തോട്ട് ക്രിയ ചെയ്യുക. അല്ലെങ്കിൽ ആദ്യം അഡീഷൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അതായത് 60നോട് 4 കൂട്ടുക, അതിനുശേഷം 16 കുറയ്ക്കുക. അല്ലെങ്കിൽ ഇടത്ത് നിന്നും വലത്തോട്ട് ക്രിയ ചെയ്തു പോവുക. 60ൽ നിന്നും 16 കുറയ്ക്കുക. അപ്പോൾ 44 കിട്ടും. 44 പ്ലസ് 4 എന്ന് പറഞ്ഞാൽ 48. ഇതായിരിക്കും നമ്മുടെ ഉത്തരം. ഇനിയെല്ലാം നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ 60 പ്ലസ് 4 64. അതിൽ നിന്നും 16 കുറച്ചാൽ 48 തന്നെ കിട്ടും. അപ്പോൾ 48 നമ്മുടെ ഉത്തരം. ഓപ്ഷനിൽ ഡി 48. ആറാമത്തെ ചോദ്യം ഇതാണ്. ദ വോളിയം ഓഫ് സിലിണ്ടേഴ്സ് ഓഫ് സെയിം റേഡിയസ് ഈസ് ഇൻ ദ റേഷ്യോ 16:25. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ ഏരിയ ഓഫ് ദ കർവ്ഡ് സർഫേസ് ഓഫ് ദ സിലിണ്ടേഴ്സ്? അതായത് രണ്ട് സിലിണ്ടറിന്റെ വ്യാപ്തങ്ങൾ തമ്മിലുള്ള അനുപാതം 16:25 ആണെന്ന് തന്നിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം ഒന്ന് ചെയ്തു നോക്കാം. ഒരു സിലിണ്ടറിന്റെ വ്യാപ്തം കാണുവാനുള്ള ഇക്വേഷൻ എന്താണ്? പൈ ആർ സ്ക്വയർ എച്ച് ആണ്. അപ്പൊ ആദ്യത്തെ സിലിണ്ടറിന്റെ വ്യാപ്തത്തിന് നമുക്ക് ആർ എന്ന് പറഞ്ഞാൽ ആരവും എച്ച് എന്ന് പറഞ്ഞാൽ ഹൈറ്റുമാണല്ലോ. ആരത്തിനെ നമുക്ക് R1 എന്നും, ആദ്യത്തെ സിലിണ്ടറിന്റെ ആരത്തിന് R1 എന്നും ഹൈറ്റിനെ H1 എന്നും വിളിക്കാം. രണ്ടാമത്തെ സിലിണ്ടറിന്റെ വ്യാപ്തം കാണാൻ പൈ R2 സ്ക്വയർ H2 എന്ന് വിളിക്കാം. ആരത്തിനെ നമ്മൾ R2 എന്നും ഹൈറ്റിനെ നമ്മൾ H2 എന്നും വിളിച്ചു. ഇത് ഈസ് ഈക്വൽ ടു 16:25 ആണ്. ഇതാണ് ചോദ്യത്തിൽ തന്നിട്ടുള്ളത്. ചോദ്യത്തിൽ ഒരു കാര്യം കൂടെ തന്നിട്ടുണ്ടല്ലോ, സെയിം റേഡിയസ് ആണ്, രണ്ടിന്റെയും ആരം ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ R1 R2 എന്ന് സെപ്പറേറ്റ് ആയിട്ട് പറയേണ്ട ആവശ്യമില്ല. രണ്ടിനെ നമുക്ക് R എന്ന് തന്നെ വിളിക്കാം. നമുക്ക് ഇതൊന്ന് ക്യാൻസൽ ചെയ്ത് നോക്കാം. ഇവിടെയുള്ള പൈയും ഇവിടെയുള്ള പൈയും ഇവിടെയുള്ള R സ്ക്വയറും ഇവിടെയുള്ള R സ്ക്വയറും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് H1:H2 ഈസ് ഈക്വൽ ടു 16:25 എന്ന് കിട്ടും. അതായത് ആദ്യത്തെ സിലിണ്ടറിന്റെ ഹൈറ്റും രണ്ടാമത്തെ സിലിണ്ടറിന്റെ ഹൈറ്റും തമ്മിലുള്ള അനുപാതം 16:25 ആണെന്ന് കിട്ടും. ഇനി ചോദ്യത്തിൽ തന്നിരിക്കുന്ന അടുത്ത സംഭവം, നമ്മുടെ ചോദ്യം എന്താണ്? ഈ രണ്ട് സിലിണ്ടറിന്റെയും കേർവ്ഡ് സർഫസ് ഏരിയ CSA എന്ന് വിളിക്കാം. ആദ്യത്തെ സിലിണ്ടറിന്റെ കേർവ്ഡ് സർഫസ് ഏരിയയും രണ്ടാമത്തെ സിലിണ്ടറിന്റെ കേർവ്ഡ് സർഫസ് ഏരിയയും തമ്മിലുള്ള അനുപാതം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു സിലിണ്ടറിന്റെ കേർവ്ഡ് സർഫസ് ഏരിയ കാണുവാനുള്ള ഇക്വേഷൻ എന്താണ്? 2πRh ആണ്. ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യത്തെ സിലിണ്ടറിന്റെ ആരത്തിന് നമുക്ക് R1 എന്നും ആദ്യത്തെ സിലിണ്ടറിന്റെ ഹൈറ്റിനെ H1 എന്ന് വിളിക്കാം. ഈസ്റ്റു രണ്ടാമത്തെ സിലിണ്ടറിന്റെ കേർവ്ഡ് സർഫസ് ഏരിയയെ നമുക്ക് 2πR2H2 എന്ന് വിളിക്കാം. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ R രണ്ടും സെയിം ആണ്, രണ്ടിന്റെയും ആരം സെയിം ആണ്. അപ്പോൾ ഇവിടെ R1 R2 എന്ന് കൊടുക്കേണ്ട കാര്യമില്ല. ഇതൊന്ന് ക്യാൻസൽ ചെയ്ത് നോക്കൂ. 2ഉം ക്യാൻസലായി, പൈയും ക്യാൻസലായി, ആറും ക്യാൻസലായി. ബാക്കിയുള്ള എന്താണ്? H1:H2. ഇത് തന്നെയായിരിക്കും കേർവ്ഡ് സർഫസ് ഏരിയ തമ്മിലുള്ള അനുപാതവും. H1:H2 എന്താണെന്ന് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ, ഈക്വൽ ടു 16:25. ഇതായിരിക്കും കേർവ്ഡ് സർഫസ് ഏരിയ തമ്മിലുള്ള അനുപാതം. ഓപ്ഷനിൽ എ 16:25 അതാണ് ഉത്തരം. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം ഇതാണ്. എ കണ്ടെയ്നർ വിത്ത് സർക്കുലർ ബേസ് ഈസ് ബിൽഡ് ഇൻ സ്റ്റേജസ്. In each stage, container is built in 10 cm height, but in each stage, radius decreases in AP from 15 cm in stage 1 to 3 cm in stage 5. What is the total capacity of the cylinder? അതായത് ഈ ഒരു കണ്ടെയ്നറിന്റെ കപ്പാസിറ്റി എത്രയാണെന്ന് കണ്ടുപിടിക്കേണ്ടത്. ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഒരു കണ്ടെയ്നർ ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിന്റെ സർക്കുലർ ബേസ് ആണ്. അതിന്റെ അടിഭാഗം വരുന്നത് വട്ടത്തിലാണ്, സർക്കുലർ ആകൃതിയിലാണ്. അങ്ങനെ ഒരു കണ്ടെയ്നർ ഉണ്ടാക്കി 5 സ്റ്റേജുകളിലാണ് ഉണ്ടാക്കിയത്. എത്ര സ്റ്റേജാണ്? 5 സ്റ്റേജിലായിട്ടാണ് ഉണ്ടാക്കിയത്. ഓക്കെ, എല്ലാ സ്റ്റേജിലും അതിന്റെ ഹൈറ്റ് H എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ആണ്. ഓക്കെ, പക്ഷെ അതിന്റെ റേഡിയസ് ഓരോ സ്റ്റേജിലും മാറ്റം വരുന്നുണ്ട്. ഇവിടെ വരച്ച് വെച്ചിരിക്കുന്ന ചിത്രം നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് നമ്മുടെ ടിന്നൊക്കെ ഇല്ലേ, വീട്ടിലെ ടിന്ന് പോലെ സർക്കുലർ ആകൃതിയിലുള്ള അല്ലെങ്കിൽ സിലിണ്ടർ ആകൃതിയിലുള്ള ഒരു ഷേപ്പാണ്. അതിന്റെ മുകളിൽ
കുറച്ചുകൂടെ ചെറിയൊരു ഷേപ്പ്, അതിന് മുകളിൽ കുറച്ചുകൂടെ ചെറുത്, അങ്ങനെ 5 എണ്ണം തട്ടായിട്ട് വെച്ച് ഒരു കണ്ടെയ്നർ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഈ കണ്ടെയ്നറിന്റെ ടോട്ടൽ കപ്പാസിറ്റി എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ എത്ര ടിന്നുകൾ അടുക്കി വെച്ചിട്ടുണ്ടാവും, എത്ര സിലിണ്ടർ ഷേപ്പിലുള്ള എത്ര എണ്ണം അടുക്കി വെച്ചിട്ടുണ്ട്, 5 എണ്ണം. അതാണ് 5 സ്റ്റേജ് എന്ന് പറഞ്ഞത്. ഓരോന്നിന്റെയും ഹൈറ്റ് വരുന്നത് 10 സെന്റിമീറ്റർ ആണ്. കാരണം ഹൈറ്റ് മാറുന്നില്ല, പക്ഷെ ഓരോ സ്റ്റേജിലും റേഡിയസ്, അതായത് ആരം മാറുന്നുണ്ട്. ആരം എന്ന് പറഞ്ഞാൽ സ്റ്റേജ് 1 ആദ്യത്തെ സ്റ്റേജിൽ വരുന്നത് A1 എന്ന് നമ്മൾ വിളിക്കുന്നു. അതിൽ വരുന്നത് 15 സെന്റിമീറ്റർ ആണ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ രീതിയിൽ ഇതിന്റെ റേഡിയസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ആരം 15 സെന്റിമീറ്റർ ആണ്. ഇതിന്റെ ആരത്ര നമുക്കറിയില്ല. അവസാനത്തെ സ്റ്റേജ്, അതായത് സ്റ്റേജ് 5 3 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അതായത് 5ാമത്തെ സ്റ്റേജിൽ 3 സെന്റിമീറ്റർ ആണെന്നും തന്നിട്ടുണ്ട് അല്ലെ. ഇവിടെ നമുക്ക് ആരം അറിയില്ല, പക്ഷെ നമുക്ക് ഹൈറ്റ് അറിയാം. എത്ര ടിന്നുകൾ അല്ലെങ്കിൽ എത്ര സിലിണ്ടർ ആകൃതിയിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഈ കണ്ടെയ്നർ ഉണ്ടാക്കിയതെന്ന് അറിയാലോ. ഓക്കെ, എല്ലാ കണ്ടെയ്നർ ഈ വെച്ചിരിക്കുന്ന ഓരോന്നും സിലിണ്ടർ ആകൃതിയിലുമാണ് അല്ലെ. അപ്പൊ നമുക്ക് ഒരു സിലിണ്ടറിന്റെ വ്യാപ്തം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? V എന്ന് പറഞ്ഞാൽ പൈ r സ്ക്വയർ h ആണ്. ഇത് നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. പക്ഷെ ഇവിടെ നമുക്ക് എത്ര സിലിണ്ടർ ഉണ്ട്? 1 2 3 4 5 എണ്ണം ഉണ്ട്. അപ്പോൾ 5 എണ്ണത്തിന്റെ നമ്മൾ കാണണം അല്ലെ. അതിൽ ആദ്യത്തെ ഇതിന്റെ ആരത്തിനെ നമുക്ക് R1 എന്ന് വിളിക്കാം. രണ്ടാമത്തതിന്റെ ആരത്തിനെ നമുക്ക് പൈ R2 എന്ന് വിളിക്കാം. പ്ലസ് മൂന്നാമത്തതിന്റെ ആരത്തിനെ നമുക്ക് പൈ R3 എന്ന് വിളിക്കാം. പ്ലസ് നാലാമത്തതിന്റെ ആരത്തിനെ പൈ R4 എന്ന് വിളിക്കാം. പൈ R4 സ്ക്വയർ h പ്ലസ് 5ാമത്തിന്റെ ആരത്തിനെ നമുക്ക് പൈ R5 സ്ക്വയർ h എന്ന് വിളിക്കാം അല്ലേ. ഈ ഒരു ക്രിയ മാത്രം ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടി. പക്ഷെ ഇവിടെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ h എത്രയാണ്? എല്ലാത്തിനും 10 സെന്റിമീറ്റർ ആണെന്ന് ചോദിച്ചു തന്നിട്ടുണ്ട്. h നമുക്ക് കിട്ടി. പക്ഷെ R1 എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്? R1 എന്ന് പറയുന്നത് 15 ആണ്. R5 അവസാനത്തെ ആരം അതും നമുക്ക് തന്നിട്ടുണ്ട് 3 ആണ്. പക്ഷെ R2ഉം R3ഉം R4ഉം നമുക്കറിയില്ല. അത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഈ അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ 1ാം പദം 15ഉം 5ാം പദം 3ഉമായി വരുന്ന അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം 3 ആയിരിക്കും ഇതിന്റെ കോമൺ ഡിഫറൻസ് വരിക. എന്നാലും നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഇവിടെ A5 ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ nth പദം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ആദ്യത്തെ പദം പ്ലസ് n-1 ഇൻറ്റു d ആണ്. ഇവിടെ A5 നമുക്കറിയാം. അപ്പം 3 ഈസ് ഈക്വൽ ടു 1ാമത്തെ പദം 15 പ്ലസ് n എന്ന് പറഞ്ഞാൽ 5 സ്റ്റേജ് ആണ്. അപ്പോൾ n-1 എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു d എന്ന് വരും. ഈ 4d നമ്മൾ ഇവിടെ തന്നെ വെക്കുകയാണ്. 4d അവിടെ വെച്ചു. 3ന്റെ സ്ഥലത്തേക്ക് നമ്മൾ 15നെ കൊണ്ടുപോയി. അപ്പോൾ d എന്ന് പറഞ്ഞാൽ 3 - 15 പറഞ്ഞാൽ -12/4 ഈക്വൽ ടു -3. -3 ആണ് ഇതിന്റെ കോമൺ ഡിഫറൻസ് വരിക. അപ്പോൾ 1ാമത്തെ പദം 15 അല്ലേ. പൈ r എന്നുള്ള ഈ r എന്നുള്ള സ്ഥലത്ത് നമുക്ക് 15 സ്ക്വയർ എന്ന് കൊടുക്കാം. h എന്ന് പറഞ്ഞാൽ 10 ആണ്. പ്ലസ് രണ്ടാമത്തെ ആരം എത്രയാണ്? പൈ രണ്ടാമത്തെ ആരം 15നോട് -3 കൂട്ടണം. അപ്പോൾ 12 സ്ക്വയർ ആവും. h എന്ന് പറഞ്ഞാൽ 10 ആണ്. പ്ലസ് പൈ മൂന്നാമത്തെ ആരം 12നോട് -3 കൂട്ടിയാൽ 9 സ്ക്വയർ ആവും. ഇൻറ്റു h എന്ന് പറഞ്ഞാൽ 10 ആണ്. പ്ലസ് പൈ അടുത്ത ആരം 9നോട് 3 കുറയ്ക്കണം. 6 സ്ക്വയർ ഇൻറ്റു 10 എന്ന് കിട്ടും. പ്ലസ് പൈ അടുത്തത് നമുക്ക് ഓൾറെഡി തന്നിട്ടുള്ളതാണ് 3 സ്ക്വയർ ഇൻറ്റു 10. ഓക്കെ അല്ലേ. അതായത് പൈ ഇൻറ്റു 15 സ്ക്വയർ ഇൻറ്റു 10, പൈ ഇൻറ്റു 12 സ്ക്വയർ ഇൻറ്റു 10, പൈ ഇൻറ്റു 9 സ്ക്വയർ ഇൻറ്റു 10, പൈ ഇൻറ്റു 6 സ്ക്വയർ ഇൻറ്റു 10, പൈ ഇൻറ്റു 3 സ്ക്വയർ ഇൻറ്റു 10. ഇത് നമുക്ക് ഓരോന്ന് ചെയ്ത് നോക്കാം. ഇവിടെ 15 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 225 ആണ് അല്ലേ. അപ്പോൾ 225 ഒരു 10 കൂടെ ഉണ്ട്, 2250 പൈ എന്ന് വരും. പ്ലസ് ഇവിടെ 12ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 144 ആണ്. അപ്പോൾ 1440 ഈ 10 കൊണ്ട് ഗുണിക്കുമ്പോൾ ഇൻറ്റു പൈ പ്ലസ് 9ന്റെ സ്ക്വയർ 81 ഇൻറ്റു 10 കൊണ്ട് ഗുണിക്കുമ്പോൾ 810 പൈ പ്ലസ് 6ന്റെ സ്ക്വയർ 36 360 പൈ പ്ലസ് 3ന്റെ സ്ക്വയർ 9 90 പൈ എന്ന് കിട്ടും. ഈ 2250 1440 810 360 90 കൂടെ കൂട്ടാം. കൂട്ടി നോക്കാം. 2250 1440 810 360 90. ഇത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 0 5 4 9 1 10 16 25 5 ബാക്കി 2
5ഉം 8ഉം 13, 4ഉം 17, 2ഉം 19, ബാക്കി 1, 4, 4950. അതായത് നമ്മുടെ ഉത്തരം വരിക 4950 പൈ. ഇതായിരിക്കും നമ്മുടെ ഉത്തരം വരിക. ഓപ്ഷൻ സി 4950. അതാണ് 4950 പൈ. അതാണ് നമ്മുടെ ഉത്തരം. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. അപ്പോൾ 8ാമത്തെ ചോദ്യം ഇതാണ്. An aircraft while moving in the direction of wind covers 1000 kilometers in 2 hours. അതായത് ഒരു വിമാനം കാറ്റിന്റെ ദിശയിൽ സഞ്ചരിക്കുന്ന സമയത്ത് 1000 കിലോമീറ്റർ 2 മണിക്കൂർ കൊണ്ട് പിന്നിടുന്നു. ഓക്കെ. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് while moving against the wind covers same distance in 2.5 hours. കാറ്റിന് എതിർ ദിശയിൽ സഞ്ചരിക്കുന്ന സമയത്ത് 1000 കിലോമീറ്റർ സെയിം ഡിസ്റ്റൻസ് 2.5 മണിക്കൂർ കൊണ്ടും പിന്നിടുന്നു. അസ്യൂമിംഗ് ദാറ്റ് ദ സ്പീഡ് ഓഫ് എയർക്രാഫ്റ്റ് ആൻഡ് വിൻഡ് ആർ കോൺസ്റ്റന്റ് ഇൻ ബോത്ത് ഡയറക്ഷൻ. രണ്ട് ഡയറക്ഷനിലും വിമാനത്തിന്റെയും കാറ്റിന്റെയും വേഗത തുല്യമാണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് വിൻഡ് ഇൻ കിലോമീറ്റർ പെർ അവർ. കിലോമീറ്റർ പെർ അവറിൽ കാറ്റിന്റെ വേഗത എന്തായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. ചോദ്യം കാണുമ്പോൾ നമ്മൾ ഓർത്ത് വെക്കേണ്ടത് എന്താണ്? നമ്മുടെ മുമ്പത്തെ ബോട്ട് നദിയുടെ ഒഴുക്ക് ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സോൾവ് ചെയ്യാം. അതിൽ നമുക്ക് ബോട്ടിന്റെ സ്പീഡിന് പകരം ഇവിടെ വിമാനത്തിന്റെ സ്പീഡ് കണക്കാക്കാം, ഒഴുക്കിന്റെ സ്പീഡിന് പകരം കാറ്റിന്റെ സ്പീഡും കണക്കാക്കാം. അപ്പൊ അത് കണ്ടുപിടിക്കാൻ അവിടെ നമ്മൾ ഒഴുക്കിന്റെ സ്പീഡ് കണ്ടുപിടിക്കാൻ എന്തായിരുന്നു ഇക്വേഷൻ ഉപയോഗിച്ചത്? ഡൗൺ സ്ട്രീം സ്പീഡ് മൈനസ് അപ്സ്ട്രീം സ്പീഡ് ഡിവൈഡഡ് ബൈ 2 ആണല്ലോ നമ്മൾ അവിടെ ചെയ്തുകൊണ്ടുണ്ടായിരുന്നത്. അതേപോലെ ചെയ്താൽ മതി. ഇവിടെ ഡൗൺ സ്ട്രീം സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒഴുക്കിന് അനുസൃതമായി, ഒഴുക്കിന് കൂടെ നമ്മുടെ ബോട്ട് സഞ്ചരിക്കുമ്പോഴുള്ള സ്പീഡ്. അതേപോലെ വിമാനം കാറ്റിന്റെ ദിശയിൽ സഞ്ചരിക്കുമ്പോഴുള്ള സ്പീഡ് എത്രയാണ്? 1000 കിലോമീറ്റർ ആണ് 2 മണിക്കൂർ കൊണ്ട് പിന്നിട്ടിരിക്കുന്നത്. അപ്പൊ എത്രയായിരിക്കും സ്പീഡ്? സ്പീഡ് എന്ന് പറഞ്ഞാൽ 1000/2 ആയിരിക്കുമല്ലോ. 1000/2 എന്ന് പറഞ്ഞാൽ 500 കിലോമീറ്റർ പെർ അവർ ആയിരിക്കും കാറ്റിന്റെ ദിശയിൽ വിമാനത്തിന്റെ സ്പീഡ്. കാറ്റിന്റെ എതിർ ദിശയിൽ അല്ലെങ്കിൽ അപ്സ്ട്രീം സ്പീഡ് എത്രയായിരിക്കും? സ്പീഡ് എന്ന് പറഞ്ഞാൽ 1000 കിലോമീറ്റർ തന്നെ പിന്നിടുന്നത് 2.5 മണിക്കൂർ കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ 400 കിലോമീറ്റർ പെർ അവർ വരും. ഇത് രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഇക്വേഷൻ ആൻസർ കിട്ടി. ഡൗൺ സ്ട്രീം സ്പീഡ് എത്രയാണ്? 500 മൈനസ് 400/2 എന്ന് പറഞ്ഞാൽ 100/2 50 കിലോമീറ്റർ പെർ അവർ ആയിരിക്കും നമ്മുടെ കാറ്റിന്റെ സ്പീഡ്. ഇനി വിമാനത്തിന്റെ സ്പീഡാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഡൗൺ സ്ട്രീം സ്പീഡ് പ്ലസ് അപ്സ്ട്രീം സ്പീഡ് ഡിവൈഡ് ബൈ 2 ചെയ്താൽ മതിയായിരുന്നു. വിമാനത്തിന്റെ സ്പീഡാണ് ചോദിച്ചെങ്കിൽ ഇവിടെ നമ്മളോട് കാറ്റിന്റെ സ്പീഡാണ് ചോദിച്ചത്. അതുകൊണ്ട് 500 മൈനസ് 400/2 50 കിലോമീറ്റർ പെർ അവർ ആയിരിക്കും ഇതിന്റെ ഉത്തരം നമ്മുടെ ഓപ്ഷനിലെ ബി. അതാണ് ആൻസർ. ഇനിയിപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ഈ സംഭവങ്ങളൊന്നും ഓർമ്മയില്ലെങ്കിൽ ഇത് കണ്ടുപിടിക്കാനുള്ള മറ്റൊരു മാർഗം കൂടെ പറഞ്ഞുതരാം. നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ വിമാനത്തിന്റെ സ്പീഡിനെ പി എന്നും അതേപോലെ കാറ്റിന്റെ സ്പീഡിനെ ഡബ്ല്യു എന്നും വിളിക്കാം. ഓക്കെ. അപ്പൊ കാറ്റിന്റെ ദിശയിൽ വിമാനം പോയിക്കൊണ്ട് ഇരിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന സ്പീഡ് എന്ന് പറഞ്ഞാൽ 500 ആണല്ലോ. നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 500 ആണ്. ഈ 500 എന്ന് പറഞ്ഞാൽ വിമാനത്തിന്റെ സ്പീഡും കാറ്റിന്റെ സ്പീഡും കൂടെ കൂട്ടിയതായിരിക്കും. അതാണ് 500 കിലോമീറ്റർ പെർ അവർ. ഓക്കെ. അതേപോലെ കാറ്റിന്റെ എതിർ ദിശയിൽ സഞ്ചരിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ 400 ആണല്ലോ സ്പീഡ്. അതെന്ന് പറഞ്ഞാൽ വിമാനത്തിന്റെ സ്പീഡിൽ നിന്നും കാറ്റിന്റെ സ്പീഡ് കുറച്ചതായിരിക്കും. അത് 400. ഇത് രണ്ട് ഇക്വേഷനായിട്ട് പരിഗണിക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടെ ഒന്ന് മൈനസ് ചെയ്ത് നോക്കൂ. ഈ ഇക്വേഷൻ 1 നിന്നും ഇക്വേഷൻ 2 മൈനസ് ചെയ്യാം. അപ്പോൾ പിയിൽ നിന്നും പി മൈനസ് ചെയ്താൽ 0 ആവും. പിന്നെ അത് കഴിഞ്ഞ് പ്ലസ് ഡബ്ല്യൂയിൽ നിന്നും മൈനസ് ഡബ്ല്യു കുറച്ച് കഴിയുമ്പോൾ പ്ലസ് ഡബ്ല്യുവിനോട് നമ്മൾ മൈനസ് ഡബ്ല്യു കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് കൂട്ടും. അപ്പോൾ ഇവിടെ പ്ലസ് 2w ഈസ് ഈക്വൽ ടു 500 നിന്നും 400 കുറയ്ക്കുന്ന സമയത്ത് 100 എന്ന് കിട്ടും. ഇപ്പോൾ ഡബ്ല്യു ഇവിടെ ഇരിക്കട്ടെ, 100നെ ഇവിടെ വയ്ക്കുക, 2നെ അങ്ങോട്ട് കൊണ്ടുപോവുക, 50 കിലോമീറ്റർ പെർ അവർ. ഈ രീതിയിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഒന്നുകിൽ ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യുക, ഇല്ലെങ്കിൽ ഈ രീതിയിൽ എടുത്ത് മാറ്റി ചെയ്യുക. എന്തായാലും നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി 50 കിലോമീറ്റർ പെർ അവർ. അപ്പോൾ 9ാമത്തെ ചോദ്യം, ആവറേജ് ഓഫ് 3 കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 16 is 432. Then what is the first of these 3 multiples? അതായത് 16ന്റെ 3 ഗുണിതങ്ങളുടെ ശരാശരി 432 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിലെ ആദ്യത്തെ 16ന്റെ ആദ്യത്തെ ഗുണിതമായിട്ടുള്ള നമ്പർ ഏതായിരിക്കും? അങ്ങനെ 3 നമ്പറുകൾ തന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തെ നമ്പർ ഏതായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. നമുക്കൊരു ഉദാഹരണം എടുത്ത് നോക്കാം. അപ്പോൾ 16, 32, 48. 16ന്റെ 3 ഗുണിതങ്ങളാണല്ലോ. ഈ 3 ഗുണിതങ്ങളും കൂടെ കൂട്ടി അതിന്റെ ശരാശരി കണ്ടിട്ടുണ്ടെങ്കിൽ അതെപ്പോഴും 32 ആയിരിക്കും. അതായത് നടുവിലെ സംഖ്യയായിരിക്കും.
അപ്പോൾ നമ്മൾ ഇവിടെ എടുക്കുകയാണെങ്കിൽ 16ന്റെ 3 ഗുണിതകളുടെ ശരാശരി 432 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെപ്പോഴും നടുവിലെ സംഖ്യയായിരിക്കും, അതായത് രണ്ടാമത്തെ സംഖ്യ ആയിരിക്കും. അപ്പോൾ ഒന്നാമത്തെ സംഖ്യ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? 16ന്റെ ഗുണിതകൾ എന്നല്ലേ പറഞ്ഞത്, ഇതിനോട് 16 കുറച്ചതായിരിക്കുമല്ലോ ഈ സംഖ്യ, 16 കൂട്ടിയതായിരിക്കും അടുത്ത സംഖ്യ. ഇതിനോട് 432നോട് 16 കുറച്ചു കഴിഞ്ഞാൽ എത്ര കിട്ടും? 416 കിട്ടും. അതായിരിക്കും ഒന്നാമത്തെ സംഖ്യ നമ്മുടെ ഉത്തരവ്. നമ്മുടെ ഓപ്ഷനില് ഡി 416 അതാണ് ഉത്തരം. അപ്പൊ അടുത്ത ചോദ്യം നോക്കാം. 10ാമത്തെ ചോദ്യം, if 25 raised to p minus 1 plus 100 is equal to 5 raised to 2p minus 1 ആണെങ്കിൽ p യുടെ വില എത്ര? അതായത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് p. ഇതാണ് ചോദ്യം. തന്നിരിക്കുന്നത് 25 raised to p minus 1 plus 100 is equal to 5 raised to 2p minus 1. ഈ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ എളുപ്പമുള്ള മാർഗം, നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുന്ന മാർഗം എന്ന് പറഞ്ഞാൽ ഓപ്ഷൻസ് എടുത്ത് പരിശോധിക്കുക എന്നുള്ളതാണ്. ഇവിടെ ഓപ്ഷനിൽ ഓപ്ഷൻ എ 4, രണ്ടാമത്തത് 3, ഓപ്ഷൻ സി 5, ഓപ്ഷൻ ഡി 2 ആണ് തന്നിട്ടുള്ളത്. അപ്പൊ 2 ആണല്ലോ ചെറിയ സംഖ്യ, നമുക്ക് അത് മുതൽ ആദ്യം തുടങ്ങാം. നിങ്ങൾക്ക് വേണമെങ്കിൽ എ മുതലും തുടങ്ങാം. നമുക്ക് ഏതായാലും ചെറിയ സംഖ്യ 2 ആയതുകൊണ്ട് പിക്ക് 2 കൊടുത്തുകൊണ്ട് നമുക്കിതൊന്ന് പരിഹരിച്ച് നോക്കാം. അപ്പോൾ 25 റേസ് ടു പിക്ക് പകരം നമ്മൾ 2 കൊടുക്കുന്നു. 2 മൈനസ് 1 പ്ലസ് 100 ഈസ് ഈക്വൽ ടു 5 റേസ് ടു 5 റേസ് ടു 2 ഇൻറ്റു പിക്ക് പകരം 2 മൈനസ് 1. 25 റേസ് ടു 2 മൈനസ് 1, 2 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 1, അതായത് ഇത് 25 ആകും. പ്ലസ് 100 ഈസ് ഈക്വൽ ടു 5 റേസ് ടു 2 ഇൻറ്റു 2 4, 4 മൈനസ് 1 3, 5 റേസ് ടു 3, 5 റേസ് ടു 3 എന്ന് പറഞ്ഞാൽ 125 അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ വലതുഭാഗത്ത് 125 കിട്ടി. 25 പ്ലസ് 100 എന്ന് പറഞ്ഞാൽ 125 ആണ്. അപ്പോൾ ഓപ്ഷനിലെ 2, അതായത് ഓപ്ഷൻ ഡിയിലെ 2 നമ്മൾ പിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ ഇക്വേഷൻ ശരിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഉത്തരം, ഓപ്ഷൻ ഡി 2. വേണ്ടവർക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. എന്തായാലും എളുപ്പം നമുക്ക് ചെറിയ സംഖ്യ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് തുടങ്ങുക എന്നുള്ളതായതുകൊണ്ടാണ് ഞാൻ 2 ഇവിടെ പരിശോധിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്കിയുള്ള 3ഉം 4ഉം 5ഉം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഉത്തരം ശരിയായി വരുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. അപ്പോൾ അടുത്ത ചോദ്യം, 9 ഇൻറ്റു 9 മൈനസ് 9 ഡിവൈഡഡ് ബൈ 1/9 പ്ലസ് 9 എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. ഇതിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് നമുക്ക് ഈ എക്സാമിൽ ചോദിച്ചിരിക്കുന്ന ബോർഡ് മാസിന്റെ 2ാമത്തെ ചോദ്യമാണ്. ഒരു ചോദ്യം മുൻപ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ ബോർഡ് മാസ് റൂൾ ഉപയോഗിച്ച് തന്നെയാണ് ചെയ്യേണ്ടത്. ബോർഡ് മാസ് റൂൾ പ്രകാരം ബ്രാക്കറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം അത് ചെയ്യണം. ഇവിടെ ബ്രാക്കറ്റ് ഒന്നുമില്ല. അത് കഴിഞ്ഞ് ഓഫ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യണം. അതും ഇവിടെ ഇല്ല. പിന്നെ ഇവിടെ വന്നിരിക്കുന്നത് അടുത്തത് നമ്മൾ ബോർഡ് മാസ് പ്രകാരം ഡിവിഷൻ ആണ് ആദ്യം ചെയ്യേണ്ടത്. ഇവിടെ ഒരു ഡിവിഷൻ വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം അത് ചെയ്യാം. 9 ഇൻറ്റു 9 മൈനസ് 9 ഡിവൈഡഡ് ബൈ 1/9. ഇങ്ങനെ ഒരു ഭിന്നസംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ വ്യുൽക്രമം റെസിപ്രോക്കൽ കൊണ്ട്, അതായത് 1/9ന്റെ റെസിപ്രോക്കൽ 9/1 9, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. പ്ലസ് 9 എന്നുള്ളത് ചെയ്യാം. ഇവിടെ ഇനി നമുക്ക് ഇത് ഗുണിക്കാം, ഇതും ഗുണിക്കാം. 9 ഇൻറ്റു 9 81 ആണ്. മൈനസ് ഇതും 81 തന്നെ വരും. പ്ലസ് 9. ഇനി നമ്മൾ ഇടത്ത് നിന്നും വലത്തോട്ട് ചെയ്യണം. 81 നിന്നും 81 കുറച്ചാൽ 0, പ്ലസ് 9 എന്ന് പറഞ്ഞാൽ 9. ഇതായിരിക്കും നമ്മുടെ ഉത്തരം വരിക. നമ്മുടെ ഓപ്ഷനിൽ സി അല്ലേ 9 വന്നിരിക്കുന്നത്, അതാണ് ശരി ഉത്തരം, ഓപ്ഷൻ സി. അടുത്ത ചോദ്യം നോക്കാം. 12ാമത്തെ ചോദ്യം, ഇഫ് 1 ഈസ് കോഡഡ് ആസ് 37 ആൻഡ് 2 ഈസ് കോഡഡ് ആസ് 61, ഡീകോഡ് ദ വേർഡ് 6. അതായത് 1 എന്ന് പറഞ്ഞ വാക്കിനെ നമ്മൾ 12ാമത്തെ ചോദ്യം, ഇഫ് 1 ഈസ് കോഡഡ് ആസ് 37 ആൻഡ് 2 ഈസ് കോഡഡ് ആസ് 61, ഡീകോഡ് ദ വേർഡ് 6. 1 എന്ന് പറഞ്ഞ വാക്കിനെ നമ്മൾ 37 ആയിട്ട് കോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 എന്ന വാക്കിനെ 61 ആയിട്ട് കോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 6 എന്ന വാക്കിനെ നമ്മൾ എങ്ങനെ കോഡ് ചെയ്യും? ഇതാണ് ചോദ്യം. ഇപ്പൊ നമുക്ക് നോക്കാം. അക്ഷരമാലയിൽ, ഇംഗ്ലീഷ് അക്ഷരമാലയിൽ ഒ എന്ന് പറയുന്നത് 15ാമത്തെ അക്ഷരമാണല്ലോ. N 14ാമത്തെ അക്ഷരമാണ്. ഇ എന്ന് പറഞ്ഞത് 5ാമത്തെ അക്ഷരമാണ്. ഈ അക്ഷരങ്ങളുടെ എത്രാമത്തെ അക്ഷരമാണ്? ആ സംഖ്യകൾ തമ്മിൽ ഒന്ന് കൂട്ടി നോക്കൂ. 15ഉം 14ഉം 29ഉം 5ഉം 34 കിട്ടും. ഓക്കെ, ഇനി നമുക്ക് 2ന്റെ ഒന്ന് നോക്കാം. ടി എന്ന് പറയുന്നത് എത്രാമത്തെ അക്ഷരമാണ്? അക്ഷരമാലയിൽ ടി എന്ന് പറഞ്ഞത് 20ാമത്തെ അക്ഷരമാണ്. W എന്ന് പറഞ്ഞത് 23ാമത്തെ അക്ഷരമാണ്. O എന്ന് പറഞ്ഞാൽ 15ാമത്തെ അക്ഷരമാണ്. ഇത് തമ്മിലൊന്ന് കൂട്ടി നോക്കൂ. 20ഉം 23ഉം 43ഉം 15ഉം 58 എന്ന് കിട്ടും. ഇവിടെ 34 നിന്നും 37 ആവാൻ ഒരു 3ന്റെ കുറവുണ്ട്.
അപ്പോൾ നമ്മൾ 3 കൂടെ കൂട്ടി. ഇതുപോലെ 58 നിന്നും 61 ആവാൻ നമ്മൾ ഇതേപോലെ 3 തന്നെ കൂട്ടി. ഇവിടെ നിങ്ങൾക്ക് ഈ 34നോട് 3 കൂട്ടുക എന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ വാക്കിൽ എത്ര അക്ഷരങ്ങളുണ്ടോ ആ അക്ഷരങ്ങളുടെ എണ്ണം കൂട്ടിയതാണെന്ന് വിചാരിക്കുക. ഇവിടെ ONE 3 അക്ഷരം, TWO 3 അക്ഷരം, അങ്ങനെ അക്ഷരങ്ങളുടെ എണ്ണം കൂട്ടിയാലും അല്ലെങ്കിൽ 3 എന്നുള്ള സംഖ്യ കൂട്ടിയാലും ഏതായാലും നമുക്കിവിടെ 37 കിട്ടും. അതുപോലെ ഇവിടെ 61 കിട്ടും. അപ്പോൾ ഇതും അതേ രീതിയിൽ ഈ 6 എന്ന് പറഞ്ഞ വാക്കിനെയും ഡീകോഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? S എന്ന് പറയുന്നത് 19ാമത്തെ അക്ഷരമാണ്, I 9ാമത്തെ അക്ഷരമാണ്, X 24ാമത്തെ അക്ഷരമാണ്. 19 9 28 24 52 കിട്ടും. ഒന്നുകിൽ ഇതിനോട് 3 കൂട്ടുക, അല്ലെങ്കിൽ 6 എന്നുള്ള വാക്കിൽ എത്ര അക്ഷരമുണ്ട്? 3 അക്ഷരമുണ്ട്, ആ 3 കൂട്ടുക എന്ന് പറഞ്ഞാൽ 55. ഇതായിരിക്കും നമ്മുടെ ഉത്തരം. ഓപ്ഷൻ 55A അതാണ് ഉത്തരം. അടുത്ത ചോദ്യം നോക്കാം. 13ാമത്തെ ചോദ്യം, ഫൈൻഡ് ദ മിസ്സിംഗ് നമ്പർ. ഇതിൽ ഈ തന്നിരിക്കുന്ന നമ്പറുകളിൽ മിസ്സായി പോയ നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കണം. തന്നിരിക്കുന്ന സംഖ്യകൾ ഏതൊക്കെയാണ്? 2, 8, 18, 32, 50, 72. ഇതാണല്ലോ തന്നിരിക്കുന്ന സംഖ്യ. നമുക്കിത് 2 രീതിയിൽ നമുക്ക് ഇതിൻ്റെ ഉത്തരം കണ്ടെത്താൻ സാധിക്കും. ഒന്നെന്ന് പറഞ്ഞാൽ ഈ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം ഒന്ന് എടുത്തു നോക്കാം. ഇവിടെ 6 വ്യത്യാസം, ഇവിടെയുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ 10. അത് കഴിഞ്ഞാൽ അടുത്ത വ്യത്യാസം വന്നിരിക്കുന്നത് 14. ഇവിടെ ഓരോ വ്യത്യാസങ്ങളും 4 വീതം കൂടി പോവുകയാണ്. ഇവിടെ 6, ഇവിടെ 10, ഇവിടെ 14, അത് കഴിഞ്ഞ് 32ഉം 50ഉം തമ്മിലുള്ള വ്യത്യാസം 18. 50ഉം 72ഉം തമ്മിലുള്ള വ്യത്യാസം 22. ഈ രീതിയിൽ നോക്കുകയാണെങ്കിൽ 72ഉം അടുത്ത സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം വരേണ്ടത് 26 ആയിരിക്കും. അപ്പോൾ 72നോട് 26 കൂട്ടിയാൽ മതി. 72നോട് 26 കൂട്ടിയാൽ 98 ഉത്തരം കിട്ടും. ഇതായിരിക്കും നമ്മുടെ ഉത്തരം. ഓപ്ഷനിൽ 98 ഇല്ല. അപ്പോൾ എന്തായിരിക്കും ഉത്തരം? നണ്ണാത്തിയപ്പോൾ. ഓക്കെ. ഇനി രണ്ടാമത്തെ രീതി, തന്നിരിക്കുന്ന സംഖ്യ 2, 8, 18, 32, 50, 72. ഇതാണല്ലോ. ഈ സംഖ്യ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇതെന്ന് പറഞ്ഞാൽ 2 × 1 സ്ക്വയർ ആണ്. 2 × 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 × 1 2. ഇവിടെ നമുക്ക് 2 × 2 സ്ക്വയർ, 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4, 2 × 4 8, 2 × 3 സ്ക്വയർ 18 ആണ്. 2 × 4 സ്ക്വയർ അതായത് 16 × 2 32 ആണ്. 2 × 5 സ്ക്വയർ അതായത് 25 × 2 50 ആണ്. 2 × 6 സ്ക്വയർ 36 × 2 72 ആണ്. അപ്പോൾ അടുത്ത സംഖ്യ 2 × 7 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 × 49 98 ആയിരിക്കും. 2 രീതിയിൽ നോക്കിയാലും ഉത്തരം കിട്ടുന്നത് 98 തന്നെയാണ്. നമ്മുടെ ഓപ്ഷനിൽ 98 ഇല്ല. അതുകൊണ്ട് നമ്മുടെ ഉത്തരം നൺ ഓഫ് ദി അബോവ്, ഓപ്ഷൻ ഡി. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് 72 സ്റ്റാർ 4 സ്റ്റാർ 10 സ്റ്റാർ 4 സ്റ്റാർ 2. ചോദ്യം, സെലക്ട് ദ അപ്രോപ്രിയേറ്റ് സെറ്റ് ഓഫ് സീക്വൻസ് ഓഫ് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ടു റീപ്ലേസ് ഓൾ സ്റ്റാർ സൈൻസ് ഇൻ ദ ഫോളോയിങ് ഇക്വേഷൻ ആൻഡ് ഹെൻസ് ടു ബാലൻസ് ഇറ്റ്. അതായത് ഈ സ്റ്റാറുകളെ നമുക്ക് താഴെ തന്നിരിക്കുന്ന ഓപ്ഷനുകളിലെ ഏത് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് കൊണ്ട് റീപ്ലേസ് ചെയ്താലാണ് ഇത് ശരിയാക്കുക എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഓരോ ഓപ്ഷൻ വെച്ച് തന്നെ ചെയ്തു നോക്കാം. ഓപ്ഷൻ എ എന്നാണ് തന്നിരിക്കുന്നത് 72. ആദ്യം നമുക്ക് തന്നിരിക്കുന്ന മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ഡിവൈഡഡ് ബൈ ആണ് 4. അത് കഴിഞ്ഞ് ഈക്വൽ ടു 10 പ്ലസ് 4 × 2. ഈ രീതിയിലാണ് നമ്മൾ റീപ്ലേസ് ചെയ്തിരിക്കുന്നത്. അതായത് സ്റ്റാറിനെ ഡിവൈഡഡ് ബൈ, ഈ സ്റ്റാറിനെ ഈക്വൽ ടു, ഈ സ്റ്റാറിനെ പ്ലസ്, ഈ സ്റ്റാറിനെ ഇൻറ്റു കൊണ്ട് നമ്മൾ റീപ്ലേസ് ചെയ്തു. ചെയ്തോ നോക്കാം. 72 ഡിവൈഡഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 18 ആണ്. ഈക്വൽ ടു 10 പ്ലസ് 4 × 2 8. നമ്മൾ ഈ ബോർഡ് മാസ് റൂൾ പ്രകാരം നമ്മൾ ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. അപ്പോൾ 4 × 2 8. അപ്പോൾ 18 ഈക്വൽ ടു 18 എന്ന് കിട്ടി. അതായത് ആദ്യം നമ്മൾ ചെക്ക് ചെയ്ത ഓപ്ഷൻ എ അത് തന്നെ ശരിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്കിയുള്ള 3 ഓപ്ഷൻസ് കൂടെ ചെയ്തു നോക്കാം. ഇതിൽ ഉത്തരം വരിക ഓപ്ഷൻ എ ആണ്. അടുത്ത ചോദ്യം നോക്കാം. ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. 9, 27, 81, 246, 729, 2187. ഇതിലുള്ള ഒറ്റയാണ് കണ്ടുപിടിക്കണം. നമുക്ക് ഈസി ആയിട്ട് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ശ്രദ്ധിച്ചു നോക്കൂ. ഇതെന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ അല്ലേ? ഇത് 3 ക്യൂബാണ്. അല്ലെങ്കിൽ ഈ സംഖ്യ 3 കൊണ്ട് ഗുണിച്ചതാണ്. ഇതിനെ വീണ്ടും നമ്മൾ 3 കൊണ്ട് ഗുണിക്കുക, അല്ലെങ്കിൽ 3 4 എടുത്താൽ നമുക്ക് 81 കിട്ടും.
ഇവിടെ 3/5 അല്ലെങ്കിൽ ഈ 81നെ 3 കൊണ്ടൊന്ന് ഗുണിച്ച് നോക്കും, നമുക്ക് കിട്ടേണ്ടിയിരുന്നത് 243 ഓക്കെ, ഇതിവിടെ ഇരിക്കട്ടെ. ഇനി 243 അതിന് 3/6 ഒന്ന് എടുത്ത് നോക്കൂ, അത് 729 2187 എന്ന് പറഞ്ഞാൽ 3/7 അപ്പൊ ഇതെല്ലാം 3ന്റെ പവറുകളാണ്, എല്ലാം 3ന്റെ പവറുകളാണ്. ഒന്നൊഴിച്ച് ഇവിടെ 3ന്റെ പവർ ആവണമായിരുന്നെങ്കിൽ ഇവിടെ 243 വരണമായിരുന്നു, പക്ഷെ വന്നിരിക്കുന്നത് 246 അതുകൊണ്ട് ഇതാണ് നമ്മുടെ ഓഡ് മാൻ ഔട്ട് അല്ലെങ്കിൽ ഒറ്റയാൻ, നമ്മുടെ ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, two persons are going together. One of them said, though you are my father, yet I'm not your son. What is the relationship between the two? അതായത് രണ്ടുപേരും നടന്നു പോവുകയാണ്. അപ്പോൾ അതിലൊരാൾ മറ്റേ ആളോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ അച്ഛനാണെങ്കിലും ഞാൻ നിങ്ങളുടെ മകനല്ല. ഇത് ആക്ച്വലി ഒരു കുസൃതി ചോദ്യം പോലെയാണ്. നിങ്ങൾ എൻ്റെ അച്ഛനാണെങ്കിലും ഞാൻ നിങ്ങളുടെ മകനല്ല. മകനല്ലെങ്കിൽ പിന്നെ ആരായിരിക്കും? മകളായിരിക്കും. അച്ഛന് മകനും മകളും അല്ലേ ഉണ്ടാവുക, മകനല്ലെങ്കിൽ പിന്നെ മകളായിരിക്കും. അങ്ങനെയാണെങ്കിൽ അവർ തമ്മിലുള്ള ബന്ധം എന്താണ്? ഓപ്ഷൻ സി, ഫാദർ ആൻഡ് ഡോട്ടർ. അടുത്ത ചോദ്യം നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 17. A is 20 meters southwest of B. C is 20 meters southeast of B. C is in which direction of A? ഇതാണ് ചോദ്യം. അതായത് A ബിയുടെ 20 മീറ്റർ സൗത്ത് വെസ്റ്റ് ആണ്, സി ബിയുടെ 20 മീറ്റർ സൗത്ത് ഈസ്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എയുടെ ഏത് ഡയറക്ഷനിലായിരിക്കും സി? ഇതാണ് ചോദ്യം. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഡയഗ്രാം വരയ്ക്കാം. നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് അല്ലേ, നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് സൗത്ത്. ഓക്കെ, നമുക്ക് ബി വെച്ചിട്ടാണല്ലോ എയുടെയും സിയുടെയും ഡയറക്ഷൻ തന്നത്, അതുകൊണ്ട് ബിയെ നമുക്ക് ഇവിടെ നടുവിലെടുക്കാം. എയുടെ ഡയറക്ഷൻ എന്താണ് പറഞ്ഞത്? 20 മീറ്റർ സൗത്ത് വെസ്റ്റ് ഓഫ് ബി എന്നാണ്. ബിയുടെ സൗത്ത് വെസ്റ്റ്, സൗത്ത് വെസ്റ്റ് എന്ന് പറഞ്ഞാൽ വെസ്റ്റിന്റെയും സൗത്തിന്റെയും നടുവിൽ വരും. ഇവിടെ ആണ് നമ്മുടെ എയുടെ സ്ഥാനം വരുന്നത്, 20 മീറ്റർ അകലത്തിലാണ്. രണ്ടാമത് തന്നിരിക്കുന്നത് എന്താണ്? സി 20 മീറ്റർ സൗത്ത് ഈസ്റ്റ് ഓഫ് ബി ആണ്. അതായത് ബിയുടെ സൗത്ത് ഈസ്റ്റ്, സൗത്തിന്റെയും ഈസ്റ്റിന്റെയും നടുവിലാണ് നമ്മുടെ സി വരുന്നത്. അതും 20 മീറ്റർ തന്നെയാണ് ഡിസ്റ്റൻസ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതും കറക്റ്റ് 20 മീറ്റർ ആണ്, ഇതും കറക്റ്റ് 20 മീറ്റർ ആണ് എന്ന് നോക്കുമ്പോൾ ഇത് ഒരേ ലൈനിലായിരിക്കുമല്ലോ വരിക. നമ്മൾ ചോദിച്ചിരിക്കുന്നത് എയുടെ ഏത് ഡയറക്ഷനിലാണ് സി എന്നുള്ളതാണ്. എയുടെ ഏത് ഡയറക്ഷനിലാണ് സി? ജസ്റ്റ് നോക്കി നോക്കുക. എയുടെ ഈ ഡയറക്ഷനിലല്ലേ സി? ഈ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഈസ്റ്റ് ആണ്. അപ്പോൾ എയുടെ ഈസ്റ്റ് ഡയറക്ഷനിലാണ് സി. അതാണ് നമ്മുടെ ഉത്തരം, ഓപ്ഷൻ എ. 18ാമത്തെ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് ഇതേപോലുള്ള 3 ചിത്രങ്ങളാണ്. നമുക്ക് ചിത്രങ്ങൾ എന്നും പറയാം, അല്ലെങ്കിൽ 3 നമ്പറുകൾ എന്നും പറയാം. 3 നമ്പറുകൾ തമ്മിൽ ബന്ധപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള രീതിയിലാണ്. ചെറിയ രീതിയിൽ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം തന്നെയാണ് ഇത് ഈ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള. പക്ഷേ നമുക്ക് ഇത് ഒന്ന് ഇരുത്തി ചിന്തിച്ച, ഒന്ന് മനസ്സറിഞ്ഞ് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. നമുക്ക് നോക്കാം. ഇവിടെ 48ഉം 13ഉം 11ഉം ആണല്ലോ. ഈ 48 വലിയ സംഖ്യ, അത് അവിടെ ഇരിക്കട്ടെ. ചെറിയ 2 സംഖ്യകൾ എടുക്കുക. നമുക്ക് 2 രീതിയിൽ ഇതിൻ്റെ ഉത്തരം കണ്ടെത്താൻ പറ്റും, പക്ഷെ രണ്ടിലെ ലോജിക്ക് ഒന്ന് തന്നെയാണ്. ശ്രദ്ധിച്ചു കേട്ടോളൂ. ഈ 13ഉം 11ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 2 ആണല്ലോ. ഈ 2നെ ഈ 13ഉം 11ഉം കൂടെ കൂട്ടിയാൽ എത്രയാണ് കിട്ടുക? 24 അല്ലേ? അതൊന്ന് ഗുണിച്ചു നോക്കൂ, നമുക്ക് 48 കിട്ടും അല്ലേ? അതായത് ഇവിടെയുള്ള 2 സംഖ്യകൾ നമ്മൾ കൂട്ടുന്നു, 2 സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം നമ്മൾ എടുക്കുന്നു, 2 സംഖ്യകൾ തമ്മിൽ കൂട്ടുന്നു. അതേപോലെ ഇവിടെയുള്ള ചെറിയ 2 സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം 3 ഇൻറ്റു അത് തമ്മിൽ ആഡ് ചെയ്താൽ കിട്ടുന്നത്, കൂട്ടിയാൽ കിട്ടുന്നത് 21. 3 ഇൻറ്റു 21 എന്ന് പറഞ്ഞാൽ 63 ആണല്ലോ. ഇവിടെ നമ്മൾ വ്യത്യാസം കണ്ടു, 2 കൂടെ കൂട്ടി, 2 കൂടെ ഗുണിച്ചു. ഇനി ഇവിടെ നമുക്ക് നോക്കാം. 25ഉം 21ഉം, ഈ സംഖ്യ 25നെക്കാട്ടിലും 21നെക്കാട്ടിലും വലുതാണെങ്കിലാണ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? വലിയ സംഖ്യ അവിടെ മാറ്റി വെച്ചിട്ട് ചെറിയ സംഖ്യ തമ്മിലുള്ള വ്യത്യാസവും അത് തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്ന ഫലവും ഗുണിച്ചിട്ടാണ് നമ്മൾ ഈ ഉത്തരം കണ്ടെത്തിയത്. പക്ഷെ നമ്മുടെ ഓപ്ഷനിൽ എന്തായാലും 25നെക്കാട്ടിലും 21നെക്കാട്ടിലും വലിയ സംഖ്യകൾ തന്നെയാണ് തന്നത്. അപ്പോൾ നമുക്ക് അനുമാനിക്കാം ഇത് തന്നെയായിരിക്കും ചെറിയ സംഖ്യകൾ. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 4. ഇത് തമ്മിൽ കൂട്ടിയാൽ എത്ര കിട്ടും? 46 കിട്ടും. 4ഉം 46ഉം കുടിച്ചാൽ 4 6 24, 4 4 16, 2 18, 184 കിട്ടും. നമ്മുടെ ഓപ്ഷനിൽ 184 ഉണ്ടല്ലോ, ഓപ്ഷൻ എ അതാണ് ഉത്തരം. ഇനി ഞാൻ പറഞ്ഞില്ല, മറ്റൊരു രീതിയിലും കൂടെ നമുക്ക് ചിന്തിക്കാം. ഇതേ ലോജിക്ക് തന്നെയാണ്. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? എ മൈനസ് ബി, അതായത് ആദ്യത്തെ സംഖ്യ മൈനസ് രണ്ടാമത്തെ സംഖ്യ. രണ്ടാമത്തെ എന്താണ്? എ പ്ലസ് ബി അല്ലേ? ആദ്യത്തെ സംഖ്യ കൂട്ടണം രണ്ടാമത്തെ സംഖ്യ.
എന്ന് പറഞ്ഞാൽ എന്താണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ആ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. അതായത് 13 സ്ക്വയറിൽ നിന്നും 11ന്റെ സ്ക്വയർ കുറയ്ക്കുക. 13 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 169. 169ൽ നിന്നും 11ന്റെ സ്ക്വയർ കുറയ്ക്കുക 121, 48 കിട്ടും. അതേപോലെ ഇവിടെയുള്ള വലിയ സംഖ്യ ഈ 63 ആണ്. അതവിടെ ഇരിക്കട്ടെ. 12ന്റെ സ്ക്വയർ 144 മൈനസ് 81 എടുത്തു നോക്കൂ, 63 ആണ് കിട്ടുക. അതേ രീതിയിൽ ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാം. 225 ആണ് 25ന്റെ സ്ക്വയർ, 625 ആണ് 25ന്റെ സ്ക്വയർ, 441 ആണ് 21ന്റെ സ്ക്വയർ. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ 184 ആയിരിക്കും. ഈ രീതിയിൽ ചിന്തിക്കാം. രണ്ടിന്റെയും ലോജിക്ക് ഒന്ന് തന്നെയാണ്. അപ്പൊ നമ്മുടെ ഓപ്ഷൻ എ 184 ഉത്തരം. 19ാമത്തത് കലണ്ടറുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ദ കലണ്ടർ ഓഫ് ദ ഇയർ 2026 ബി യൂസ്ഡ് അഗൈൻ ഇൻ വിച്ച് ഇയർ? അല്ലാതെ ഏത് വർഷമാണ് 2026 കലണ്ടർ നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? ഇത് നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. എത്രയാണ് ശിഷ്ടം നോക്കുക. 2024 ആണെങ്കിൽ നമുക്ക് 4 കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാം. 2026നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ശിഷ്ടം 2 കിട്ടും. നമുക്ക് കിട്ടിയിരിക്കുന്ന ശിഷ്ടം 1 ആണെങ്കിൽ നമ്മളുടെ ഈ വർഷത്തോനോട് നമ്മൾ 6 ആഡ് ചെയ്യും അല്ലേ. 2ഉം 3ഉം ആണെങ്കിൽ നമ്മൾ 11 ആഡ് ചെയ്യും. ഇനി 0 ആണെങ്കിൽ നമ്മൾ 28 ആഡ് ചെയ്യും. ഇതാണല്ലോ നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ശിഷ്ടം 2 അല്ലേ. അപ്പൊ 2026 എന്ന പറഞ്ഞ വർഷത്തിനോട് നമ്മൾ 11 ആഡ് ചെയ്യും. 2037 ഈ വർഷമാണ് 2026 കലണ്ടർ നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കുക. 2037 ഓപ്ഷൻ സി. ഫൈൻഡ് ദ യൂണിറ്റ് ഡിജിറ്റ് ഓഫ് 61 into 14 into 127 raised to 18. അതായത് 61 into 14 into 127 raised to 18ന്റെ ഒറ്റയുടെ സ്ഥാനം കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കാൻ നമ്മൾ ഈ ക്രിയ ഒറ്റയുടെ സ്ഥാനങ്ങൾക്ക് മാത്രം ചെയ്താൽ മതി. 61 into 14 into 127 raised to 18 ചെയ്യുന്നതിന് പകരം 61ന്റെ ഒറ്റയുടെ സ്ഥാനം 1 എടുക്കുക, ഇൻറ്റു 14ന്റെ ഒറ്റയുടെ സ്ഥാനം 4 എടുക്കുക, ഇൻറ്റു 127ന്റെ ഒറ്റയുടെ സ്ഥാനം 7 എടുക്കുക, അതിൻ്റെ പവർ 18 അതേപോലെ എടുക്കുക. ഇത് ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടും. പക്ഷേ 7/18 കണ്ടുപിടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ 18 തന്നിരിക്കുന്ന പവറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എത്ര ശിഷ്ടം നോക്കുക? 2 അല്ലേ ശിഷ്ടം കിട്ടുക. അപ്പോൾ ഇത് ചെയ്യുന്നതിന് പകരം നമുക്ക് 1 into 4 into 7/2 ചെയ്താൽ മതി. 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ശിഷ്ടമായ 2 ഈ ക്രിയ ചെയ്താൽ മതി. ചെയ്ത് നോക്കാം. 1 into 4 into 7/2 എന്ന് പറഞ്ഞാൽ 49. അപ്പോൾ 1 into 4 into ഈ പറഞ്ഞ ക്രിയയിലെയും 9 മാത്രം നമ്മൾ എടുത്താൽ മതി. ഇതിനെ നമുക്ക് മാറ്റി 1 into 4 into 9 എടുത്താൽ മതി. 49 എടുക്കേണ്ട ആവശ്യമില്ല. 1 into 4 4, 4 into 9 36. 36 ആണ് ഇതിൻ്റെ ഉത്തരം. അതിൻ്റെ ഒറ്റയുടെ സ്ഥാനം എത്രയാണ്? 6. ഇത് തന്നെയായിരിക്കും ഈ ക്രിയയുടെ ഒറ്റയുടെ സ്ഥാനം. നമ്മുടെ ഓപ്ഷനിൽ 6 ഉണ്ടാവും. ഓപ്ഷൻ ഡി അതാണ് ഉത്തരം. ഓക്കെ. 2026 ജൂൺ 6-ാം തീയതി നടന്ന PSC ഡിഗ്രി പ്രിലിംസ് സ്റ്റേജ് 3 ചോദിച്ച 20 ചോദ്യങ്ങളും അതിന്റെ വിശദീകരണങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ആവശ്യമുള്ള ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.